തിരിച്ചടി എന്ന സിനിമ ഏതായാലും ഉദയയ്ക്ക് തിരിച്ചടി നൽകിയ ഒരു ചലച്ചിത്ര സംരംഭമല്ല. പ്രേംനസീറാണ് ഈ സിനിമയിലെ നായകൻ. ഈ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു കൂട്ടുകെട്ട് സംഗീത വിഭാഗത്തിൽ കുഞ്ചാക്കോ പരീക്ഷിച്ചു. പ്രേംനസീർ ഡബിൾ റോളിൽ അഭിനയിച്ച ചിത്രമായിരുന്നു ഇത്. ഇതിൽ ഉദയയുടെ സ്ഥിരം സംഗീത സംവിധായകനായിരുന്ന ദേവരാജ മാസ്റ്റർ അല്ല സംഗീതം ചെയ്തത്. ആർ സുദർശനം എന്ന വളരെ പ്രശസ്തനായ തമിഴ് സംഗീത സംവിധായകനായിരുന്നു ഇതിൽ സംഗീത സംവിധാനം നിർവഹിച്ചത്. അതിന് കാരണക്കാരനും ദേവരാജ മാസ്റ്റർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് മാസ്റ്റർ തന്നെയാണ് ആർ സുദർശനത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ആർ സുദർശനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം AVM സ്റ്റുഡിയോയിലെ മാസശമ്പളക്കാരനായ, അതായത് അവിടുത്തെ സ്ഥിരം ജോലിക്കാരനായിരുന്നു, സ്ഥിരം സംഗീത സംവിധായകനായിരുന്നു. നമ്മുടെ പ്രശസ്തനായ കമലഹാസൻ കുട്ടിക്കാലത്ത് അഭിനയിച്ച കളത്തൂർ കണ്ണമ്മ എന്നുള്ള സിനിമയിൽ അമ്മാവും നീയെ അപ്പാവും നീ എന്നുള്ള ഗാനമൊക്കെ നിങ്ങൾ കേട്ട് കാണാം. അതിൻ്റെയൊക്കെ സംഗീത സംവിധായകനായിരുന്നു ആർ സുദർശനം. പിന്നെ ആർ സുദർശനത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനം, മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ഗാനമാണ് കണ്ണ കരുമൈ നിറക്കണ്ണ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം. ഈ ആർ സുദർശനം മലയാളത്തിൽ സംഗീത സംവിധാനം ചെയ്ത വളരെ കുറച്ച് ചിത്രങ്ങളേ ഉള്ളൂ. നമുക്ക് വളരെ നല്ല ഗാനങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. കുടുംബം എന്ന ചിത്രത്തിൽ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ എന്ന ഗാനമൊക്കെ ആർ സുദർശനത്തിൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു ഗാനമാണ് ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് പാടിയ ഇന്ദുലേഖേ എന്ന മനോഹരമായ യുഗ്മഗാനം. ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത മോഹം. ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത മോഹം. ആർ സുദർശനം എന്ന സംഗീത സംവിധായകനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരെ കൂടി നമുക്ക് ഓർക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മകനായ സദാനന്ദൻ സദ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഗിറ്റാറിസ്റ്റ്, ഇപ്പോഴും ഇളയരാജയുടെ കൂടെയൊക്കെ ഗിറ്റാർ വായിക്കുന്ന പ്രശസ്തനായ കലാകാരനാണ്. ഇളയ നില പോലെയുള്ള പ്രശസ്തമായ ഗാനങ്ങൾക്കൊക്കെ ഗിറ്റാർ വായിച്ചിട്ടുള്ള ആളാണ് ഈ സദ. പിന്നെ വേറൊരു മകൻ ജീവ എന്ന് പറയുന്ന അദ്ദേഹം ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹം ജോൺസൺ മാസ്റ്ററുടെ കൂടെയൊക്കെ മലയാളത്തിൽ വളരെയധികം സിനിമകൾക്ക് വർക്ക് ചെയ്തിട്ടുള്ള ജീവയാണ് സുദർശന മാസ്റ്ററുടെ വേറെ ഒരു മകൻ. പിന്നെ സുദർശന മാസ്റ്ററുടെ സഹോദരനായ ആർ ഗോവർദ്ധനം, സുദർശനം ഗോവർദ്ധനം, ഇങ്ങനെ രണ്ടുപേരായിരുന്നു ആ സമയത്ത് തമിഴ് സിനിമാ രംഗത്ത് വളരെ പ്രശസ്തരായിരുന്നത്. ഈ ഗോവർദ്ധനം മാസ്റ്ററും വളരെ വർഷക്കാലം ഇളയരാജയുടെ കണ്ടക്ടറായിട്ട് വളരെ വർഷക്കാലം രാജാ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്വപ്നങ്ങളുറങ്ങാത്ത രാത്രി ഇതു ശരൽക്കാല സുന്ദര രാത്രി സ്വപ്നങ്ങളുറങ്ങാത്ത രാത്രി ഇതു ശരൽക്കാല സുന്ദര രാത്രി കാമുകിമാരും കാമുകന്മാരും കാമുകന്മാരും രോമാഞ്ചമണിയുന്ന രാത്രി സ്വർഗീയ രോമാഞ്ചമണിയുന്ന രാത്രി ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത മോഹം. ഇന്ദുലേഖ എന്ന ഗാനം ഫീമെയിൽ വേർഷനും മെയിൽ വേർഷനും ഉണ്ട്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെയിൽ വേർഷനാണ്. അത് നല്ല പ്രേംനസീർ, അതായത് പ്രേംനസീർ ഡബിൾ റോളിലാണെന്ന് പറഞ്ഞല്ലോ, നല്ല ഹീറോ ആയ പ്രേംനസീർ ആലപിക്കുന്ന ഗാനമാണ് ഇന്ദുലേഖ എന്ന് നമ്മൾ കാണുന്ന ഗാനം. പിന്നെ ഫീമെയിൽ പാടുന്ന ഷീലാമ്മ മെയിനായിട്ട് പാടുന്ന സുശീലാമ്മയാണ് ആ ഗാനം ആലപിക്കുന്നത്. അത് ആ രംഗത്ത് വരുന്നത് പ്രേംനസീർ വില്ലനായ പ്രേംനസീറാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, അതിൻ്റെ വിഷ്വലിൽ കണ്ടാലറിയാം. പ്രേംനസീർ അതിൽ നമ്പറൊക്കെ ഇറക്കുന്നുണ്ട്, മൂക്കിലിങ്ങനെ ഒരു നമ്പറൊക്കെ ഇറക്കുന്നുണ്ട്. വില്ലനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പ്രഷനൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാസേട്ടൻ മെയിനായിട്ട് പാടിയ ഇന്ദുലേഖയിൽ സുശീലാമ്മയ്ക്ക് വളരെ കുറച്ച് ചെറിയ ഹമ്മിങ്ങും ചരണത്തിൻ്റെ അവസാനമുള്ളൊരു വരി മാത്രമേ ഉള്ളൂ. പക്ഷേ സുശീലാമ്മ മെയിനായിട്ട് പാടുന്ന ഇന്ദുലേഖയിൽ ദാസേട്ടന് ഹമ്മിങ്ങും അവസാനത്തെ ഒരു വരിയും മാത്രമേ പാടാനുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
നമുക്കിതിൻ്റെ രണ്ടാം ഭാഗത്തിലുള്ള, അതായത് ഫീമെയിൽ വേർഷൻ ഇന്ദുലേഖയെ നമുക്കിതിനെ തുടർന്ന് കേൾക്കാം. നവഗ്രഹവീഥിയിലൂടെ ഒരു നക്ഷത്ര നഗരത്തിലൂടെ നവഗ്രഹവീഥിയിലൂടെ ഒരു നക്ഷത്ര നഗരത്തിലൂടെ നന്ദനവനത്തിൽ കതിർമണ്ഡപത്തിൽ നന്ദനവനത്തിൽ കതിർമണ്ഡപത്തിൽ നവവധുവായി നീ വന്നു. ആരുടെ നവവധുവായി നീ വന്നു? ഇന്ദുലേഖേ